നമ്മുടെ മനസ്സിൽ ചില വൈരാഗ്യങ്ങളോ ദേഷ്യമൊക്കെ വരുമ്പോൾ അറിയാതെ തന്നെ മനുഷ്യൻ ഉപയോഗിച്ചു പോകുന്നതാണ് ഈ തെറിവിളികൾ എന്ന് പറയുന്നത്. ഈ തെറിവിളികളുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് പല കുഴപ്പങ്ങളിലും ആളുകൾ പെടാറുമുണ്ട്. കേസുകൾ വരെ ആയ അവസ്ഥയുണ്ട്. ഇപ്പം അത്തരത്തിലൊരു തെറിവിളിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അത് പുലയാടി മോനെ എന്നുള്ളൊരു തെറിവിളിയാണ്. അത് അത് എന്താണ് കോടതി കയറി. എന്നാൽ കോടതി ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഒരു ജാതിപരമായിട്ടുള്ളൊരു അധിക്ഷേപിക്കലായിട്ട് ഈ ഒരു പ്രയോഗത്തെ കാണാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സാറേ, ഈ കാര്യത്തെ സാറിനൊന്ന് വിശദീകരിക്കാമോ? സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് പിന്നെ കഴിഞ്ഞ നവംബർ 24-ാം തീയതി മറ്റോ ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് ഒരു രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ പരാമർശ വിഷയമായിരിക്കുന്നത്. അതിനകത്ത് ഒരാൾ വിളിച്ച അവർക്കെതിരായിട്ട് കേസെടുത്തു. അതായത് 1969 ഒരു നിയമമുണ്ടല്ലോ, SC ആക്ട്, അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അതായത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ദളിതർക്കെതിരായിട്ടും പട്ടികജാതി പട്ടികവർഗക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെയും അധിക്ഷേപങ്ങളെയും പറ്റിയുള്ള അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വകുപ്പ്. ആ വകുപ്പ് പ്രകാരമാണ് അതിൻ്റെ കുറേ വകുപ്പുകൾ ചാർത്തിയാണ്. 329(3), 115(2), 118(1) ഇങ്ങനെയുള്ള കുറേ വകുപ്പുകൾ ചേർത്താണ് ഈ കേസ് ചാർജ് ചെയ്യപ്പെട്ടത്. അതായത് ഈ ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ആ ആക്സിഡൻറ്റിൽപ്പെട്ട രണ്ട് കൂട്ടർ തമ്മിൽ അതിൽ ഈ പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട അതിൽ പുലയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ, അല്ല അതാണ് പറഞ്ഞത്. അങ്ങനെ അവരെയാണ് നമ്മൾ ഇടിക്കുകയും അവർ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും അതിൽ പെട്ടവർ ഈ പറഞ്ഞ അവരോട് ഈ പേര് വിളിച്ച് അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആദ്യം കയ്യേറ്റമുണ്ടായി. കയ്യേറ്റത്തെ തുടർന്നുള്ള സംഭാഷണത്തിലാണ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നത്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റകൃത്യമായിട്ട് കാണുന്നുണ്ട്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രശ്നം കോടതി പരിശോധിച്ചത് ഈ പറഞ്ഞ പ്രയോഗം എന്ന് പറയുന്നത് ഒരു ജാതിപ്പേരുമായി ബന്ധപ്പെടുത്തിയാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ മനുഷ്യർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയത്തില്ല ഈ തെറി പറയുക എന്ന് പറയുന്നത്. തെറി എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്ന കുറേ വാക്കുകളുണ്ട് നമ്മുടെ ഭാഷയിലുണ്ട്. അത് ഈ ചിലതൊക്കെ കാലാകാലങ്ങളിൽ ഉപയോഗം കൊണ്ട് തെറി അല്ലാതായി മാറിയിട്ടുണ്ട്. ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെറിയായി തന്നെ കരുതപ്പെടുന്നുണ്ട്. തെറി എന്ന് പറഞ്ഞാൽ അധിക്ഷേപ വചനം എന്നാണല്ലോ ഈ തെറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ ഈ തെറിയുണ്ട്. തെറിപ്പാട്ടുകൾ പാടി ഈശ്വരനെ ആരാധിക്കുന്ന രീതി തന്നെ ഉണ്ട്. കൊടുങ്ങല്ലൂരൊക്കെ ഉണ്ട്. കൊടുങ്ങല്ലൂരൊക്കെ അങ്ങനെ ഉണ്ട്. കൊടുങ്ങല്ലൂർ പറഞ്ഞിട്ടുണ്ടാകുന്ന പൂരപ്പാട്ട് എന്നൊക്കെ നിലയിൽ പ്രചരിക്കുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. അത് പ്രചരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത്തരം പാട്ടുകൾ പാടാറുണ്ട്. അതൊക്കെ പക്ഷേ അതിനെ അങ്ങനെ തെറിയായി പരിഗണിക്കുന്നില്ല. പക്ഷേ ദേഷ്യം വന്ന് നമ്മൾ പറയുമ്പോൾ ചില വാക്കുകൾ നമുക്ക് അങ്ങനെ അല്ലാതെ തോന്നും. അങ്ങനെ പല വാക്കുകളുണ്ട്. ഈ പറഞ്ഞ ഒരു പ്രയോഗം മാത്രമല്ല, ഇതെല്ലാം വാക്കുകൾ നമ്മളിങ്ങനെ പ്രയോഗിക്കും. അതിൽ തന്നെ ചില വാക്കുകൾ ഈ രണ്ടർത്ഥമുള്ള വാക്കുകളുണ്ട്. ഓരോ സമയത്ത് പ്രയോഗിക്കുമ്പോഴാണ്, ഏതെങ്കിലും ഒരു സമയത്ത് പർട്ടിക്കുലറായി പ്രയോഗിക്കുമ്പോഴാണ് അത് തെറിയായി മാറുന്നത്. അല്ലെങ്കിൽ അത് തെറി അല്ലാതിരിക്കുന്ന വാക്കുകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ തെണ്ടി എന്നൊരു പറയുന്ന ഒരാളെ വിളിക്കുന്നത്, ഒരാളോട് ദേഷ്യമെന്ന് പറയുമ്പോൾ അതൊരു മോശമായ പ്രയോഗമായിട്ട് മാറുന്നു. അതല്ലാതെ ഒരാൾ തെണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതങ്ങനെ ഒരു തെറിയായിട്ടല്ല പറയുന്നത്. അയാളുടെ ഒരു അവസ്ഥയെപ്പറ്റി നമ്മൾ സൂക്ഷിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ പല വിധത്തിലാണ് ഇതിനെപ്പറ്റി നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കേസിൽ ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. സുധയുടെ ഒരു വിധിന്യായമാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് കോടതി അതിനെ ഒരു തെറി വാക്കായിട്ട് അല്ലെങ്കിൽ ജാതിപ്പേര് വിളിച്ചുള്ള അധിക്ഷേപമായിട്ട്, തെറി വാക്കെന്നല്ല, കോടതി അതൊരു അട്രോസിറ്റി എന്താ ഇത് പറയുന്നത്, ഒരു അക്രമമായിട്ട് കണ്ടിട്ടുണ്ട്, ഒരു കുറ്റകൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ആക്രമിക്കുകയും അയാളെ ഹർട്ട് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിലുള്ള, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളിലാണ് പ്രശ്നം. അത് ജാതിപ്പേര് വിളിച്ചുള്ള അധിക്ഷേപമായിട്ട് പരിഗണിച്ചാൽ അതിന് ശിക്ഷ കൂടുതലുണ്ട്. അപ്പം അതാണ് ഈ 329(3), 115(2), 118(1) ഇങ്ങനെയുള്ള വകുപ്പുകൾ കൂടി ചേർത്ത്, ഈ നിയമത്തിലെ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത്. അത് പ്രധാനമായിട്ടും ഈ ജാതിപ്പേര് വിളിച്ചതിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രയോഗം ഒരു സമുദായത്തിൻ്റെ, അല്ലെങ്കിൽ ഇവർ പുലയ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണ്. ഈ അധിക്ഷേപത്തിന് അതറിയില്ല. അപ്പം അത് ബോധപൂർവമായി അങ്ങനെ പറഞ്ഞത് അല്ല, അല്ലെങ്കിൽ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ അവർ അതിനെ അങ്ങനെ എടുക്കുകയും അതനുസരിച്ച് കൊടുക്കുകയും ചെയ്തു. എന്തായാലും നമ്മൾ ഇതുപോലെയുള്ള ഈ ബൈക്ക് മുട്ടിയൊക്കെ ഉണ്ടാകുന്ന അക്രമങ്ങൾ കൊലപാതകത്തിൽ വരെ കലാശിക്കുന്ന ഒരവസ്ഥയായിപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാർ തമ്മിൽ അടിയുണ്ടാകുന്നത്, കൊലപാതകം നടത്തുന്നത്. ഇവരെ ഇങ്ങനെ
പെട്രോൾ ചോദിക്കുന്നതിന് നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലെ മുളക്കടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഈ പെട്രോള് ചോദിച്ചു കഴിഞ്ഞ് ചില്ലറ മാറുന്നതിനെ പറ്റി സംബന്ധിച്ച് അതും പിന്നെ ഈ പട്ടികജാതി ഇതിലേക്ക് മാറിയിരുന്നു. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഇതാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് ഇയാളെ കൊന്നു. അവർ കഞ്ചാവിൻ്റെ ലഹരിയിലൊക്കെ ആയിരുന്നു. അവർ വന്ന് ഈ പെട്രോൾ ഉടമയെ വധിച്ചു കളഞ്ഞു. മനസ്സിലായില്ലേ? വധിക്കാൻ വേണ്ടി അത് ചെയ്തത്, പക്ഷേ വധിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അക്രമങ്ങളെയൊക്കെ ആ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വളർന്നു വരുന്നത് നിർഭാഗ്യകരമെന്ന് നമുക്ക് പറയാനുള്ളൂ. പരിഹരിക്കാവുന്ന ചെറിയ പ്രശ്നങ്ങൾ പറയുന്നത്. ഇവിടെയും പറഞ്ഞ പ്രശ്നം എത്രത്തോളം ഇത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് ഈ തരത്തിൽപ്പെട്ട കൗതുകകരങ്ങളെന്ന് പറയാവുന്ന വിധത്തിൽപ്പെട്ട കേസുകളൊക്കെ നമ്മുടെ പല വിധത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരർത്ഥത്തിലും ആരും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കപ്പെടരുത്. അതുതന്നെയാണ് ശരിയായ രീതി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അത് ഒരു പഴയ ഒരു എന്താ പറയുക മാടമ്പി സംസ്കാരം, ഫ്യൂഡൽ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അത് പരിഷ്കൃത സമൂഹത്തിൽ ആരും അത് പറയാറില്ല. നമ്മൾ അതിനെപ്പറ്റി ഈ പലർക്കും അവെയറാണ്. അങ്ങനെ അത് ബോധപൂർവം അങ്ങനെ ആണെന്ന് പറയും. പക്ഷേ ഈ അക്രമം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. അതാണ് ഇവിടെ കോടതിയും അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടിരിക്കുന്നത്. ഇതിനെ ജാതിപ്പേര് വിളിച്ചുള്ള ഒരു ഒരു വകുപ്പിൽപ്പെടുത്തി ചെയ്യേണ്ട കാര്യമല്ലെന്നും അതിന് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് എടുത്തതിനെയും കോടതി ചെയ്യുന്നതെന്ന് നിരാകരിക്കുന്നില്ല. കേസിനെ നിരാകരിക്കുന്നത് ഇതാണ് ഈ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് എടുത്ത കേസിനെയാണ് കോടതി അതിനെ വിമർശിക്കുന്നത്. കോടതി അത് തള്ളിക്കളയുകയും ചെയ്യുന്നത്. ആ കേസ് ആ അർത്ഥത്തിലാണ് കോടതി അതിനെപ്പറ്റി തള്ളുന്നത്. അല്ലാതെ ഒരിക്കലും അത് അക്രമം അല്ല എന്ന് പറഞ്ഞല്ല കോടതി ചെയ്യുന്നത്. നിഘണ്ടു പ്രകാരം, ഡിക്ഷണറി പ്രകാരം എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാണ് കോടതി പരിശോധിച്ചത്. അതുവരെ അതുവഴി പരിശോധിക്കുമ്പോൾ ഇതൊരു ജാതിപരമായിട്ടുള്ള ഒരു അധിക്ഷേപമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴും പല ആളുകളും ഇത്തരം പ്രയോഗങ്ങളെ നമ്മളൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ഭാഗമായിട്ട് വിലയിരുത്തുകയും അതിനെ ഒരു ജാതിപരമായിട്ടുള്ള അധിക്ഷേപമായിട്ടാണ് പൊതുമണ്ഡലത്തിലെ നിരവധി ആളുകൾ കരുതി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നിരീക്ഷണം തെറ്റായിപ്പോയോ എന്ന് നമുക്ക് തോന്നില്ല. കാരണം ഇത് കൂടുതൽ ഈ പ്രയോഗം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് ഈ ഒരു വിധി മാറിത്തീരും. നമ്മുടെ ഈ ഇതേ പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ കോടതി ഈ 10-15 വർഷം മുമ്പ് ഈ വിഷയം കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ചില വാക്കുകളെ പറ്റി കോടതി പുലപ്പേടി എന്ന ഒരു സംജ്ഞ ഉണ്ടായിരുന്നു പണ്ട് ഈ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് ഇതൊക്കെ കൃത്യമായിട്ടും നമ്മുടെ ഒരു ജാതി വ്യവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പദങ്ങൾ തന്നെയാണ് കൃത്യമായിട്ടുള്ളത്. അപ്പം ഈ പിന്നോക്ക വിഭാഗക്കാരെന്ന് കരുതപ്പെടുന്നവരെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെന്ന് കരുതപ്പെടുന്നവരെ അധമന്മാരായി എന്ന് നിലനിർത്തണമെന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ എന്താ പറയുക അവരെ ഒരു താഴേക്കിടയിലാണെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കണമെന്നൊക്കെയുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറേ പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ആ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരുന്നവർ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരും അത് വിധേയരാക്കപ്പെട്ടിരുന്നത് താഴെ ശ്രേണിയിൽ ആണ് എന്ന് കരുതപ്പെട്ടിരുന്നവരുമാണ്. അങ്ങനൊരു പാരമ്പര്യവും അങ്ങനൊരു സംസ്കാരവും ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അത് തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അതേപടി തുടരുന്നു എന്നുള്ളതല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളിതിനെ പിന്നെ അത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ അവർ ഈ അത്തരം പ്രയോഗങ്ങളെ വേറൊരർത്ഥത്തിൽ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ കോടതി അതിനെ അങ്ങനെ ഒരു പരിധിവരെ കൃത്യമായി പരിശോധിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു പിന്നെ അക്രമ സംഭവവും തെറ്റായ പ്രവണതയുമാണെന്ന് നിരീക്ഷിക്കുമ്പോൾ തന്നെയും ഇതിനെ നമ്മൾ ഇത്തരത്തിൽപ്പെട്ട അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ എതിരായ അതിക്രമമായി കരുതി ജാതിപ്പേര് വിളിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന വിധത്തിൽപ്പെട്ട ഒരു കുറ്റമായി കാണരുത് എന്നാണ് കോടതി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ KS ശരത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ രണ്ടുപേരെ ഈ വാക്ക് ഉപയോഗിച്ചു. അയാളാണ് പ്രതി. അപ്പൊ അയാൾക്കെതിരെയാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമത്തിൽ കേസെടുത്തത്. അയാള് ഈ കോടതി സ്പെഷ്യൽ കോടതിയിൽ പോയി. ഈ പട്ടികജാതി പട്ടികവർഗ കോടതിയിൽ പോയപ്പോൾ അയാൾക്ക് ബെയിൽ നിഷേധിക്കപ്പെട്ടു. പക്ഷേ ഹൈക്കോടതിയിൽ പോയപ്പോൾ അത് അനുവദിക്കുകയാണ് ചെയ്തത്. ഈ നിരീക്ഷണമാണ് ഈ സുധ എന്ന് പറയുന്ന ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വാക്കിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിന്റെ ചരിത്രപരമായിട്ട് അത് രൂപപ്പെട്ടതിനൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു ബോധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ രൂപപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ചരിത്രപരമായിട്ട് അത് ഏത് സെൻസാണ് ഇത് അറിയില്ല. നമ്മൾ പ്രയോഗിക്കുന്ന സന്ദർഭം ഇങ്ങനെയാണല്ലോ. വാക്കുകളുടെ അർത്ഥം മാറുന്നു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക് നേരെ പറയുമ്പോൾ ഒരേ വാക്ക് തന്നെ സൗമ്യമായും തെറ്റായും പറയുമ്പോൾ അല്ലെങ്കിൽ ആഴത്തിൽ പറയുമ്പോൾ ദേഷ്യത്തിൽ പറയുമ്പോൾ ഓരോ വാക്കിനും ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും അർത്ഥഭേദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല വാക്കുകളും അങ്ങനെയുണ്ട്. നമ്മൾ ഈ ഒരു വാക്ക് പറയുമ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു വാക്കായിട്ട് വേണം നമ്മൾ ഇതിനെയും കാണാനും കരുതാനും. ഇത് പ്രയോഗിക്കുന്ന സന്ദർഭമാണ്.
ഏത് വാക്കായാലും അത് പ്രയോഗിക്കുന്ന സന്ദർഭമാണ് പ്രശ്നം. അല്ല വാക്കിൻ്റെ ലിറ്ററലി മീനിങ്. ഇപ്പം നിഘണ്ടുവെ വെച്ച് കോടതി അർത്ഥം കണ്ടെത്തും എന്ന് പറയുന്നതിലും പരിമിതിയുണ്ട്. കാരണം അങ്ങനെയുമല്ല, നിഘണ്ടു വെച്ച് അർത്ഥം കണ്ടെത്താം, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടെത്താം. പക്ഷേ അതിനപ്പുറം വേറൊരു കാര്യമുള്ളത് വാക്കുകൾ പ്രയോഗിക്കുന്ന സന്ദർഭമാണ്, വാക്കുകൾ പ്രയോഗിക്കുന്ന രീതിയാണ്. അതാണ് വാക്കുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒത്തിരി കരുതലുകളുണ്ട്. പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒത്തിരി കരുതലുകളുണ്ട്. ആ കരുതലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഈ കേസിൻ്റെ വിധി എന്ന് പറയുന്നത് അത്തരത്തിൽപ്പെട്ട ഒരു ചിന്തയ്ക്ക് വഴിതെളിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക്. ഈ ഒരു വാക്ക് ഒരുപക്ഷെ രൂപപ്പെട്ടതിൽ ജാതിപരമായിട്ടുള്ളൊരു യാത്ര ഉണ്ടാവും. അല്ല, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം നമ്മൾ അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. അടിച്ചമർത്തപ്പെട്ട സമൂഹത്തെ വിളിക്കേണ്ടത് എന്ന് മാത്രം കരുതിയിരുന്ന ഒത്തിരി വാക്കുകളുണ്ട്. അത് ഒരു തെറ്റായ രീതിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ആക്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് അവരുടെ സാമൂഹ്യ അല്ലെ സാമ്പത്തിക മേലോട്ട് അവരെ കൊണ്ടുവരുന്നതിന് സഹായകരമായ വിധത്തിൽ ആണ് ഈ നിയമം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് കേവലമായ ഒരു വാക്കിൻ്റെ പ്രയോഗത്തിലോ ഒരു ജാതിപ്പേര് വിളിക്കുന്നതിലോ മാത്രമല്ല. അട്രോസിറ്റീസ് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള അട്രോസിറ്റീസ് ഉണ്ട്. ഈ അട്രോസിറ്റിനകത്ത് സാമൂഹ്യമായ യാഥാർത്ഥ്യങ്ങളുണ്ട്, സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മോചനം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു കരുതലാണ് ഈ നിയമം മൂലം ഉദ്ദേശിക്കുന്നത്. അത് കേവലമായ ഒരു വാക്കിൻ്റെ പ്രയോഗത്തിലോ ഒരു ഇതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാവണം കോടതി അത് വിശദീകരിച്ചിട്ടുമുണ്ട്. കോടതി അതാ പറഞ്ഞത്, പരാതിക്കാരൻ ഒരു പ്രത്യേക ജാതിയിൽ പെട്ടയാളായതുകൊണ്ട് നടത്തുന്ന അവഹേളനം മാത്രമേ ഈ നിയമത്തിന്റെ പരിധിയിൽ വരൂ എന്നാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ആള് ചിലപ്പോൾ ഒരു പക്ഷേ അയാളുടെ ജാതി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കില്ല ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അറിയാതെ അയാളുടെ വായിൽ വരുന്നതായിരിക്കും. പക്ഷെ അപ്പോഴും അതിന് ഇയാള് എന്റെ ജാതിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കണ്ണിൽ കാണുന്ന ഒരു തെറ്റായ ഒരു കാര്യം. അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെയും നടക്കും. ഏത് നിയമവും ദുരുപയോഗപ്പെടുത്താനുള്ള പഴുതുകൾ ഒത്തിരിയേറെ ഉണ്ടല്ലോ. അതാണല്ലോ ഈ കോടതിക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. ഏത് നിയമവും, അതായത് ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തിരി നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ അങ്ങനെയും ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ദുരുപയോഗപ്പെടുത്തി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ അത് കോടതി എങ്ങനെയാണ് നിരീക്ഷിച്ചിരിക്കുന്നത്, ഈ വിധിയുടെ ആത്യന്തികമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവെ ആളുകൾക്കുള്ള ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്തിനേയും ഏതിനേയും ജാതി കണ്ണിൽ മാത്രം കാണുകയും നിരീക്ഷിക്കുകയും, നീ അങ്ങനെ ചെയ്തത് ജാതി കണ്ടിട്ടല്ലേ അങ്ങനെ പറഞ്ഞത്, നീ ഇങ്ങനെ ചെയ്തത് ജാതി ഇതാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ, ഈ ഒരു മാനസികാവസ്ഥ ആളുകൾക്കുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ രീതിയിൽ മാത്രം നിരീക്ഷണത്തെ കൊണ്ടുപോകാന്ന് പറയുന്നത്, അത് അങ്ങനെ കൊണ്ടുപോകുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ കൂടി കോടതി ഉദ്ദേശിച്ചിരിക്കാം. കോടതി പ്രത്യേകിച്ച് അവരൊരു ഈ ജഡ്ജ്മെന്റിലേ. പക്ഷേ ഇതിൽ മറ്റൊരു അപകടം എന്ന് പറയുന്നത്, ഇത് കൂടുതൽ ഈ വാക്കിനെ പ്രോത്സാഹനപ്പെടുവോ എന്നുള്ളതാണ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വിധത്തിലൊന്നും ഇതിനകത്തില്ല. പക്ഷേ അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വിധത്തിൽ എന്നാലും അതൊരു ഉപയോഗിക്കാൻ അത്ര സുഖകരമല്ലാത്ത ശരിയല്ലാത്തതുമായ വാക്കാണ്. സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. അങ്ങനെ ചെയ്യരുതാത്തതുമാണ്.